ആ ഒരു വസ്ത്രം ഇപ്പോൾ മുസ്ലിങ്ങൾ ധരിക്കുന്നതിനേക്കാൾ കൂടുതലായി എനിക്ക് തോന്നുന്നു ഹിന്ദുത്വവാദികൾ, ഹിന്ദുത്വ ആക്ടിവിസ്റ്റ്, അങ്ങനെ പറയാൻ പറ്റില്ല, ഹിന്ദുത്വ തീവ്രവാദികൾ, യഥാർത്ഥ ഹിന്ദു വിശ്വാസികളുടെ ക്രെഡിബിലിറ്റിയാണ് ഇവർ തച്ചൊടച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 2-3 വർഷമായി ഈ ഹിന്ദുത്വവാദികൾക്ക് അവരുടെ അമ്പലമൊന്നും വേണ്ട, അവർക്ക് മുസ്ലിങ്ങളുടെ മസ്ജിദ് മതി. എന്താണാവോ അങ്ങനെ? ये आप लोग देख सकते हैं पूर्वा मोरावा में कैसी तानाशाही चल रही है कि आज शिवरात्रि के मौके पर ये ईदगाह, मोरावा ईदगाह में ये इस तरह का माहौल कर रहे हैं ये लोग। ऐसा ना करें कि मुसलमान भड़क जाए और फिर दंगा फसाद का मौका आए, तो ऐसा ना करें, बेहतर होगा। देख लें आप सभी लोग। ഈ ശിവരാത്രി ആഘോഷത്തിനിടയിൽ ഹനുമാന്റെ വസ്ത്രവുമാണ് ഒരുത്തൻ ഈദ്ഗാ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സ്പേസ് ആണ്. അതായത് ഈദുൽ ഫിത്തറിനൊക്കെ, അതായത് ഈ പെരുന്നാളിന് നമസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, ഒരു ഓപ്പൺ പ്ലേസ് ആണ്. അപ്പോൾ അതിന്റെ മുകളിലൊക്കെ കയറി നടക്കുന്നു. ഇത് മാത്രമല്ല, നമ്മൾ ഒരുപാട് മസ്ജിദിന്റെ നേരെയൊക്കെ ആളുകൾ വരുന്നതും അവരുടെ ആഘോഷങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് കണ്ടാണ്. എല്ലാം നല്ലതാണ്. ഇപ്പോൾ ഈ വ്യക്തി അവിടെ പ്രവേശിച്ചതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഉദ്ദേശം നല്ലതാവണം, ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അവരുടെ ഉദ്ദേശം എന്താണ്? അവിടെയാണ് ചോദ്യം. നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ അവരുടെ ഉദ്ദേശം നമുക്കറിയാം നല്ലതല്ല എന്ന്. ഇതിപ്പോ 1-2 ഇൻസിഡന്റ് അല്ല, ഇതുപോലെ ഒട്ടനവധി ഇൻസിഡൻസ് ആണ് കഴിഞ്ഞ വർഷവും അതിന്റെ മുൻപത്തെ വർഷമൊക്കെ നടന്നിട്ടുള്ളത്. എന്നാൽ ഇതേ സംഭവം തിരിച്ചു ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഉസ്താദോ മറ്റേ ഏതെങ്കിലും അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാം? ഇവിടെ ഒരു കലാപം ഉണ്ടാക്കില്ലേ ഇവന്മാരൊക്കെ? ഇവന്മാരൊന്നും യഥാർത്ഥ ഒരു വിശ്വാസിയല്ല. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അതേസമയം മറ്റു വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അത് ഒരു മതത്തെ അല്ല, ഏത് മതക്കാരായിരുന്നാലും ശരി, ഇതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, എന്നെ ആരും തൊടില്ല എന്നുള്ള ഒരു ധൈര്യം കൊണ്ടാണ്. ആ ധൈര്യം വന്നിട്ടുള്ളത് ചില ആളുകൾ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ആരും നിങ്ങളെ തൊടില്ല, ഇനി കേസ് വന്നാൽ തന്നെ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊരു വാക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ വാക്കിന്റെ പേരിലാണ് ഇവർ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മസ്ജിദിൽ കയറുന്നത് മാത്രമല്ല, നമുക്കറിയാം ക്രിസ്ത്യാനികൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ബുർഖ എന്ന് പറയുന്നത് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഒരു പവിത്രമായിട്ടുള്ള വസ്ത്രമാണ്. ആ ഒരു വസ്ത്രം ഇപ്പോൾ മുസ്ലിങ്ങൾ ധരിക്കുന്നതിനേക്കാൾ കൂടുതലായി എനിക്ക് തോന്നുന്നു ഹിന്ദുത്വവാദികൾ, ഹിന്ദുത്വ ആക്ടിവിസ്റ്റ്, അങ്ങനെ പറയാൻ പറ്റില്ല, ഹിന്ദുത്വ തീവ്രവാദികൾ, അതും അതിൽ പുരുഷന്മാർ ധരിക്കുന്നു. കണ്ടു നോക്കാം. इसका भैया भाभी लौट रहा था, इसका चेहरा देखने पहचान छोटा का छोटा अभी ये चोरी कर ले तो किसका नाम खराब होगा? मैं जानता हूँ। കണ്ടില്ലേ? ഇതൊന്നല്ല, ഇതുപോലെ കുറെ എണ്ണം പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ബുർഖ ഇട്ടിട്ട് പബ്ലിക് സ്പേസിൽ വരിക, എന്നിട്ട് മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് അഭിനയിച്ച് മുസ്ലിംസിന്റെ ഒരു മാനാഭിമാനം അത് തകർക്കാൻ ശ്രമിക്കുക, അവരെ ഡിഫൈൻ ചെയ്യാൻ നോക്കുക. ഇങ്ങനെയുള്ള ഒരു തരം ഡ്രാമയാണ്. എന്നാൽ പലയിടത്തും ഇത് പിടിച്ചിട്ടും വീണ്ടും വീണ്ടും ഇതേ കാര്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ വസ്ത്രം മുസ്ലിങ്ങൾ ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇവർക്കാണെന്ന് തോന്നുന്നു ഇഷ്ടം. ധരിച്ചോട്ടെ. ഇവനെ പോലെയുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ യഥാർത്ഥ ഹിന്ദു വിശ്വാസികളുടെ ക്രെഡിബിലിറ്റിയാണ് ഇവർ തച്ചൊടച്ചുകൊണ്ടിരിക്കുന്നത്.